ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ആർട്ട് ക്ലാസ്. ഇന്ന് നമുക്ക് ബേസിക് ലൈൻസ് ആൻഡ് കർവ്സ് പഠിക്കാം. നമ്മളിത് ഉപയോഗിക്കുന്നത് ഡ്രോയിങ് ചെയ്യാനുള്ള നമുക്ക് കൈവഴക്കം കൂട്ടാനും പിന്നെ ഡൂഡിൽസിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പേപ്പറിന് ഒരു ബോർഡർ വരച്ചു. എന്നിട്ട് അതിൽ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഈ പേപ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്രിഡ്സ് കിട്ടണം, അല്ലെങ്കിൽ കുറച്ച് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ബോക്സസ് കിട്ടണം. നമുക്ക് ഓരോ ബോക്സിലും ഓരോ പാറ്റേൺ വീതം വരച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ലൈൻസ് വരയ്ക്കുകയാണ്. ഇങ്ങനെ ചരിച്ചിട്ട് പേപ്പറിൽ വരയ്ക്കാം. നിങ്ങൾക്കത് ഓർഡറൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് ആദ്യം വരയ്ക്കാം, വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാം, ഇൻക്ലൈൻഡ് ലൈൻസ് വരയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. സോ ഈ ലൈൻസ് നമ്മൾ വരയ്ക്കുമ്പോൾ മാക്സിമം നമുക്ക് സ്കെയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺ ഒരു ടൈം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഞാൻ ഇൻക്ലൈൻഡ് ലൈൻ വരച്ചു, സെക്കൻഡ് ബോക്സിൽ ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, തേർഡ് ബോക്സിലും ഇൻക്ലൈൻഡ് ലൈൻ തന്നെ, പക്ഷേ വേറൊരു ഡയറക്ഷൻ, ആദ്യം വരച്ചതിൽ നിന്നും ഡയറക്ഷൻ വ്യത്യാസമായിട്ടാണ് രണ്ടാമത്തെ ബോക്സിൽ വരച്ചിട്ടുള്ളത്. പിന്നെ ഹൊറിസോണ്ടൽ വരച്ചു, ഇനി ഞാൻ വെർട്ടിക്കൽ ലൈൻസും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഒറ്റ ബോക്സിൽ വരയ്ക്കാണ്ട് കുറേ ബോക്സസിൽ നിങ്ങൾക്ക് ഇങ്ങനെ റഫ് ബുക്കിൽ നിങ്ങൾക്ക് വരച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അത്യാവശ്യം വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അല്ലാണ്ട് എന്താ പറയുക, ഡ്രോയിങ്ങിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് കുറേ തവണ വരച്ച് ആ ലൈൻസ് ഒരു സ്കെയിലില്ലാണ്ട് മാക്സിമം സ്ട്രെയിറ്റ് കിട്ടുന്ന പോലെ, അങ്ങ് പെർഫെക്റ്റ് സ്ട്രെയിറ്റ് വരണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാക്സിമം സ്ട്രെയിറ്റ് വരുന്ന പോലെ വരച്ച് നോക്കണം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കർവ്സ് ആണ്, ഒരു ബോക്സിൽ കർവാണ് സ്റ്റാർട്ട് ചെയ്തത്. കർവ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോൺസെൻട്രിക് കർവ്സ് പോലെ വരച്ച് പോവും, സ്റ്റെപ്സ് പോലെ വരച്ച് പോവും. പിന്നെ ഇപ്പോൾ വരയ്ക്കുന്ന പുതിയൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരേ ഡയറക്ഷനിൽ പോകുന്ന കോൺസെൻട്രിക് ലൈൻസ് ആണ്, കർവ്സ് ആണ്. ഇത് ഞാൻ കൗണ്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. 1 2 3 4 5 അത് കഴിഞ്ഞ് വീണ്ടും 1 2 3 4 5 ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഈ നമ്പർ തെറ്റുമ്പം നമുക്കിതിൻ്റെ കാണാനുള്ളൊരു ഭംഗി പോവും. അതുകൊണ്ട് കൗണ്ട് ചെയ്ത് വരയ്ക്കാം. നിങ്ങൾക്ക് 4 ആകാം, 5 ആകാം, 6 കർവ്സ് ആകാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കൗണ്ട് ചെയ്ത് വരയ്ക്കുക. ഇനി ഇതിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. ഒരു ഡയറക്ഷനിലും പല ഡയറക്ഷനിലും വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വരച്ചത് ഒരേ ഡയറക്ഷനിലും, ഇപ്പോൾ ഈ വരയ്ക്കുന്നത് 2 ഡയറക്ഷനിലുള്ളതാണ്. ഇത് രണ്ട് ഡിസൈനാണ്, തെറ്റിപ്പോകരുത്, മാറിപ്പോകരുത്. അപ്പോൾ ഞാൻ ഒരേ ഡയറക്ഷനിലുള്ള കർവ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ വരയ്ക്കുന്ന പാറ്റേൺ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരു ബോക്സിൽ വരയ്ക്കാണ്ട് നിങ്ങൾ മാക്സിമം കുറേ ബോക്സസിൽ ഇങ്ങനെ വരച്ച് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൂഡ്ലിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഗ്യാപ്സ് ഫില്ല് ചെയ്ത് പോവുക. ഇപ്പോൾ നമ്മൾ കണ്ടത് സെയിം ഡയറക്ഷനിൽ വരയ്ക്കുന്നതാണ്. ഇനി ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ വരയ്ക്കുന്നതാണ്. ഇതിപ്പോൾ 4 കോർണേഴ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ പോലെ തന്നെ 1 2 3 4 5 ലൈൻസ്, 2 3 4 5 ഇങ്ങനെ 4 കോർണേഴ്സിൽ നിന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു ഡിസൈനിൽ. നമ്മളിപ്പോൾ ഒരേ രീതിയിൽ, അതായത് ഒരു കോർണറിൽ നിന്ന് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് വൺ, അതുപോലെ തന്നെയാണ് അടുത്ത 3 കോർണേഴ്സിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഈ ഒരു രീതിയിൽ വരച്ചു പോകുമ്പം നമുക്കൊരു ഡെപ്ത്ത് ഫീൽ ചെയ്യും. അതായത് ഇതിങ്ങനെ ഒരു 3D ഇമേജ് പോലെ അകത്തേക്ക് ഉള്ളിലേക്ക് ആഴമുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഡിസൈനാണിത്. ഇതിങ്ങനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 4 കോർണേഴ്സിൽ ഒരു കോർണറിൽ നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത്, അതുപോലെ തന്നെ ബാക്കി 3 കോർണേഴ്സിലോ അല്ലെങ്കിൽ ബാക്കി ഒരു സൈഡിലോ വരയ്ക്കണം. ഒരു മിറർ ഇമേജ് പോലെയുള്ള ഫീൽ കിട്ടണം എല്ലായിടത്തും ഒരുപോലെ. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, അകത്തേക്കൊരു ഡെപ്ത് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതൊരു ഇല്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലിനി കുറച്ച് ഷെയ്ഡിങ് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ഡെപ്ത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സ്പൈറൽസ് ആണ്. നമുക്ക് കുറേ കുഞ്ഞു സ്പൈറൽസ് എത്ര അടുത്ത് വരയ്ക്കാൻ പറ്റുമോ അത്ര അടുത്തായിട്ട് നമ്മൾ വരയ്ക്കുക. നമ്മൾ മാക്സിമം ഗ്യാപ്പ് കൊടുക്കാണ്ടിരിക്കുക. പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാൽ പ്രോബ്ലം ഇല്ല, നമുക്കത് ഫില്ല് ചെയ്യാം. നമുക്കിത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ടും
ജസ്റ്റ് സ്പൈറൽസ് പോലെ നിങ്ങൾക്ക് വരയ്ക്കാം. അതല്ല നിങ്ങൾക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്സ് നിങ്ങൾക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്ത് ഞാൻ കാണിക്കാം, അങ്ങനെയും ചെയ്യാം. ഇത് സ്പൈറൽ തന്നെ സിംഗിൾ സ്പൈറൽ വരുന്നതാണ്. ഇനി ഒരു സ്പൈറലിൻ്റെ ചുറ്റും ഒരു റൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഡിസൈൻസും ഫോളോ ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്യുന്നത്. ജസ്റ്റ് പെൻ വെച്ചിട്ട് ആ ഒരു ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ നമ്മൾ കളറ് ചെയ്ത് കൊടുക്കുകയാണ്, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു റെക്റ്റാങ്കിളിനകത്താണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ആ ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ റെക്റ്റാങ്കിളിന് പുറത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ആ റെക്റ്റാങ്കിളിനുള്ളിൽ നിൽക്കണം. അതുപോലെ നമ്മൾ ഏത് ഡിസൈനിലാണോ വരയ്ക്കുന്നത് അതിനുള്ളിൽ നിൽക്കണം. ഇനി ഇപ്പം ഞാൻ വരയ്ക്കുന്നത് നേരത്തെ നമ്മൾ വരച്ച പോലുള്ള കോൺസെൻട്രിക് കേർവ്സ് ആണ്, പക്ഷേ അതിനകത്ത് 2 കേർവ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഡിസൈൻ കിട്ടും. അപ്പം നമ്മളുടെ ബേസിക് ഒരു ഐഡിയ ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഞാനൊരു 10 കൈൻഡ് ഓഫ് പാറ്റേൺസ് കാണിക്കുന്നുണ്ട്. ഈ 10 പാറ്റേൺസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10-ൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു 10 or 20 പാറ്റേൺസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ച് വരയ്ക്കാൻ പറ്റും. അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ അപ്പോൾ വർക്ക് ചെയ്യും നല്ലതായിട്ട്. അതായത് ഇപ്പോൾ ഉള്ള ഡിസൈനേക്കാളും കുറച്ചും കൂടെ വെറൈറ്റി ഡിസൈൻസ് വേണമല്ലോ, അതെങ്ങനെ വരയ്ക്കും എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്കതിൽ ഡെവലപ്പ് ആകുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആദ്യം വരച്ച ഒരു മെത്തേഡ് ഉണ്ടല്ലോ, 1 സൈഡിൽ കോൺസെൻട്രിക് കേർവ്സ് വരയ്ക്കുന്നത്, അത് തന്നെ അകത്ത് ഡിസൈൻ വരുന്ന രീതിയിൽ, അത് അകത്ത് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് 2 ഡയറക്ഷനിൽ നിന്നും വരച്ചിട്ടുള്ള അല്ലെങ്കിൽ 4 ഡയറക്ഷനിൽ നിന്ന് വരച്ചിട്ടുള്ള കോൺസെൻട്രിക് കേർവ്സിനും ഇതുപോലെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ ഡിസൈന് ചെയ്യാൻ പറ്റും. ഡിസൈൻ കഴിഞ്ഞ് ബാക്കിയുള്ള കോർണേഴ്സൊക്കെ നമുക്ക് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ ഒരു റെക്റ്റാങ്കിളിനകം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് 10 ലൈൻസ് ആൻഡ് കർവ്സ് ആണ് പഠിച്ചത്. ഈ പാറ്റേൺസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരു പേജ് ഫുള്ള് ഒരു പാറ്റേൺ വരച്ച് പഠിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അതാണ് ബെറ്റർ. ഇത് എത്ര പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈൻസ് വരയ്ക്കുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുക, കർവ്സ് വരയ്ക്കുമ്പോൾ പെർഫെക്ഷനായിട്ട് കിട്ടുക. പെർഫെക്ഷൻ കിട്ടുന്നത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക്